ഹേ ഓൾ, വെൽക്കം ടു ജാസ്മിഷ് തിങ്സ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ ഞാൻ ഓഫീസിൽ നിന്ന് പോകാറുള്ള 2 ലഞ്ച് സ്പോട്ട്സാണ് കാണിക്കുന്നത്. ഞങ്ങൾ 3 പേരും ഇടയ്ക്ക് ഇതുപോലെ ലഞ്ച് ബ്രേക്കിന് എവിടെയെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാറുണ്ട്. അതിലാദ്യത്തെ സ്പോട്ടാണ് ഹോട്ട് ബോക്സ് ദം ബിരിയാണി. ഇതൊരു ക്ലൗഡ് കിച്ചണായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അവർ കാക്കനാട് റെസ്റ്റോറൻറ്റ് തുടങ്ങി. അപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അവിടെ പോവാറുണ്ട്. അപ്പോൾ അവിടുത്തെ ആംബിയൻസൊക്കെ ഞാൻ വീഡിയോ അവിടെ അത്രയും ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് അത്രയും വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എത്ര മെനു കാർഡ് നോക്കിയാലും എനിക്ക് ബിരിയാണിയിൽ ബീഫ് ബിരിയാണി തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ബീഫ് ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. അവർ 2 പേരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ ബിരിയാണിയൊക്കെ ഞങ്ങൾ നേരത്തെ വന്ന് നമുക്ക് പരിചയമുള്ളതുകൊണ്ട് അത്രയും ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോയില്ല. അപ്പോൾ അവിടെ അച്ചാറും മാങ്ങാ ചമ്മന്തി ഉണ്ടാവും എപ്പോഴും ബിരിയാണിയുടെ കൂടെ. പായസവും കിട്ടും. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് പോട്ട് ബിരിയാണിയാണ്. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് പോട്ട് ബിരിയാണിയും കഴിക്കാം. പിന്നെ ലഞ്ച് സ്പോട്ട് നമ്പർ 2, അതും നമ്മളുടെ ഓഫീസിൻ്റെ വളരെ അടുത്താണ്. പക്ഷേ ആ ദിവസം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ 3 പേരും കൂടാതെ ഒരാൾ കൂടെ ജോയിൻ ചെയ്തു, രേഷ്ണ. കട്ട വെയിലായതുകൊണ്ട് നമ്മൾ നടക്കാനും മടിയായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഓട്ടോയ്ക്ക് പോവാം. കളക്ട്രേറ്റിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ അവിടം വരെ നമുക്ക് ഓട്ടോയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിസൈഡ് ചെയ്ത് ഞങ്ങൾ ഓട്ടോ പിക്ക് ചെയ്താണ് പോയത് അങ്ങോട്ട്. ഇതും വളരെ ഫേമസ് ഒരു ബിരിയാണി ഷോപ്പാണ്, പണ്ടാരീസ് ബിരിയാണി. ചെന്നപ്പോൾ തന്നെ നമുക്ക് വളരെ വാം വെൽക്കം. ഞങ്ങളെല്ലാവരും കൂടി ആദ്യമായിട്ട് അവിടെ പോകുന്നത്. രേഷ്ണ നേരത്തെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് ബിരിയാണി. നല്ല ബിരിയാണിയാണെന്ന് പറഞ്ഞു. അധികം മസാലയൊന്നും ഇല്ലാത്ത ബിരിയാണി ആയിരുന്നു. ഞാൻ ബീഫ് ബിരിയാണി തന്നെയാണ് പറഞ്ഞത്. ഇവർ 3 പേരും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. അങ്ങനെ എക്സ്ട്രാ ബീന ചേച്ചി ഈ ഡേറ്റ്സ് പിക്കിള് കഴിക്കാത്തതുകൊണ്ട് അവർ നാരങ്ങാച്ചാറും സെപ്പറേറ്റ് സെർവ് ചെയ്തു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇത് രണ്ടുമാണ് ഞങ്ങൾ ഈ അടുത്ത് പോയ 2 ബിരിയാണി സ്പോട്ട്സ്. നമുക്ക് ബിരിയാണി കഴിക്കണം എന്നുള്ളൊരാഗ്രഹം വരുമ്പോഴാണ് കൂടുതലും നമ്മൾ ലഞ്ച് കഴിക്കാൻ പുറത്തേക്ക് പോരുന്നത്. പിന്നെ ഇത് കൂടാതെ ഒരു വീട്ടിലെ ഊണെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കൂടെ ഉണ്ട്. അവിടെ ഞാൻ എപ്പോൾ ചെന്നാലും ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് വീഡിയോ എടുക്കലൊന്നും അത്ര കാര്യമായിട്ട് നടക്കില്ല. എന്നാലും ഞാൻ ഒരു ദിവസം അത്ര ക്രൗഡില്ലാത്ത സമയത്ത് ഒരു ദിവസം പോയിട്ട് അവിടുത്തെ വീഡിയോയും എടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.